മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. മലപ്പുറം സ്ഥാനാർത്ഥിയായി എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ 2-3 എൻ്റെ ഓർമ്മ, 2-3 അനൗൺസ് ചെയ്ത സമയത്ത് ടെലിവിഷനിൽ കൂടി മാത്രമാണ് ഞാൻ അറിയുന്നത്. ടെലിവിഷനിൽ ഞാൻ കാണുമായിരുന്നു. എൻ്റെ മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം അതിനു മുമ്പൊക്കെ എന്നോട് ചോദിക്കുമ്പം ഈ പാർലമെൻ്ററി ആസ്പിറേഷൻസ് എനിക്കില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒന്ന് ഹെൽത്ത്, രണ്ടാമത് എനിക്ക് പാർലമെൻ്ററി ടാലൻസ് കുറവാണ്, ഒരു കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിൻ്റെ കഴിവുകൾ കുറവാണ്, ഇലക്ഷനിൽ പോയി മത്സരിക്കാനുള്ള എബിലിറ്റി ഒക്കെ കുറവാണെന്ന് ഞാൻ അസസ് ചെയ്യുന്നതാണ്. അത്രയും സ്ട്രെസ്സും ടോയിൽ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ ഞാൻ വന്ന വഴി വേറെ ഒന്നായതുകൊണ്ടും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മുമ്പൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഇതിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അവസാനം ഞെർക്ക് വീണത് എനിക്കാണ്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഈ ഓരോ മണ്ഡലത്തിലും ഒരുപാട് സർവേ നടത്തുമായിരുന്നു. സർവേക്ക് ഒരു പാരാമീറ്റർ വിന്നബിലിറ്റി തന്നെയാണ്. പിന്നെ എഡ്യൂക്കേഷൻ നോക്കാറുണ്ട്, മോഡിജിയുടെ പാരാമീറ്റർ എഡ്യൂക്കേഷൻ നോക്കാറുണ്ട്, ക്യാരക്ടർ നോക്കാറുണ്ട്, എബിലിറ്റി ടു ഡിസ്ചാർജ് സർവീസ് നോക്കാറുണ്ട്. ഇങ്ങനെ 5-6 പാരാമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വെച്ചിട്ട് ഇവിടെയൊക്കെ സർവേ നടത്തി ഇവിടെ നമ്മുടെ ലോക്കൽ ആൾക്കാരുടെ അസസ്മെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഡൽഹിയിൽ പല സ്റ്റെപ്പ് കഴിഞ്ഞ് പ്രൈം മിനിസ്റ്റർ ഒരു കമ്മിറ്റി ഉണ്ട്, അവിടെ പോയി ആണ് ആളിനെ സെലക്ട് ചെയ്യണത്. 2-3 പേരുടെ ഷോർട്ട് ലിസ്റ്റ് പോയി സെലക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് എന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നേരെ മലപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നമ്മുടെ ടീമിന് അവിടെ ഏതാണ്ട് 4%, 5% വോട്ടേ എല്ലാ പ്രാവശ്യവും കിട്ടാറുള്ളൂ. ഒരു ലാസ്റ്റ് ഫീലിംഗ് ആണ്. ഇവിടെ ഏതായാലും രക്ഷപ്പെടില്ല, പിന്നെ പേരിന് വേണ്ടി നമുക്കൊന്ന് മത്സരിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു മൊത്തത്തിൽ. എന്നാലും ഞാൻ ചെന്നതിന് ശേഷം അവരൊക്കെ ഒന്ന് നമ്മൾ എനർജൈസ് ചെയ്ത് വണ്ടി ഗിയറപ്പ് ചെയ്ത് ആക്സിലറേറ്റ് ഇട്ട് തുടങ്ങി. മാക്സിമം 7 മണ്ഡലം ഉണ്ടായിരുന്നു. 7 മണ്ഡലത്തിലുള്ള അവൈലബിൾ ആൾക്കാർ വർക്ക് ചെയ്തു. 1200ഓളം ബൂത്തുകളുണ്ടായിരുന്നു. അതിൽ 400-500 ബൂത്തുകളെ ആക്റ്റീവ് ഉള്ളൂ, ബാക്കിയൊക്കെ 0 ആണ്. പിന്നെ മലപ്പുറത്തിൻ്റെ കാലാവസ്ഥ, ഡെമോഗ്രഫി നോക്കിയാൽ മലപ്പുറം ജില്ലയ്ക്ക് 41 ലക്ഷം ജനം, അതിൽ 70% മുസ്ലിങ്ങൾ. അത് കഴിഞ്ഞാൽ വോട്ടേഴ്സ് എടുത്തപ്പോൾ 14.8 ലക്ഷം വോട്ടേഴ്സ്, അതിൽ 10 ലക്ഷം മുസ്ലിം വോട്ട്. കഴിഞ്ഞ 18 MP അവിടെ നിന്ന് പോയതിൽ 17 പേരും മുസ്ലിം ലീഗ് MP. അതിന് മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയാണ്, ആർക്കും കയറാൻ പറ്റാത്തതാണ്. പലരും എന്നെ അഭിനന്ദിച്ച് എങ്ങനെയെന്ന് പറയാം, നിങ്ങളെങ്ങനെ ഈ ധൈര്യം കാണിച്ച് ഈ കോട്ടയിൽ ഇടിച്ചു കയറാൻ, നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവില്ലേ അതുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരാണോ ആരാണോന്ന് അറിയാം, നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയല്ലേ എന്നൊക്കെ എന്നോട് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. ഞാൻ പറയും 4 കൊല്ലം ആ ഭീഷണി ഇവിടെ ഞാൻ വൈസ് ചാൻസലറായി നേരിട്ടതാണ്. ആൾക്കാർക്ക് എന്നെ അറിയാവുന്നതുമാണ്. ഞാൻ എങ്ങനെയോ പണ്ടൊക്കെ ആസ് VC ഞാൻ ഒരു റീസണബിളായിട്ട് പെർഫോം ചെയ്തതാണ്. അതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് തന്നെ 2.6 ലക്ഷം കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കുറേ പേര് എന്നെ വോട്ട് ചെയ്താൽ ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല അനുഭവമുണ്ട്, തിക്തമായ അനുഭവം ഒരുപാടുണ്ട്. തിക്തമായ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ചിലർ കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ വിളിച്ച് പോകും, നിങ്ങൾക്ക് ശരിക്കല്ല എന്ന് പറയും. ചിലർ പറയും നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യത്തില്ല എന്ന് പറയും. ചിലർ പറയും നിങ്ങൾ ഹിന്ദുക്കളോട് ചേർന്ന് ഞങ്ങളെ മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നവരാന്ന് പറയും. എനിക്കതിൽ ഏറ്റവും വേദന കൂടിയത് പെരുന്നാളിന് ഞാൻ അവിടെ ഒരു മാദിൻ എന്നൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി ഒരു അനുഭവമാണ്. നിസ്കരിക്കാൻ പോയി, രാവിലെ പോയി, നിസ്കാരം കഴിഞ്ഞ് വെളിയിറങ്ങി വന്നപ്പോഴത്തേക്ക് 2 ചാനലുകാരുണ്ടായിരുന്നു, അവരുടെ 2 വൈറ്റാക്കി കൊടുത്തു. വെളിയിറങ്ങി വന്നപ്പോൾ ഓരോരുത്തരോട് ഈദ് മുബാറക്ക് നേരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരും ഷേക്ക് ഹാൻഡ് ചെയ്ത് 1, 2 കഴിഞ്ഞാൽ 3 ബാക്കിൽ നിന്ന് ഒരാൾ ചാടി മുന്നിൽ വന്നു. ഒരു തൊപ്പിയ പോലെ ഒരു മുണ്ട കെട്ടിയിട്ടുള്ള ഒരു വെള്ള കെട്ടൊരു മനുഷ്യൻ, പ്രായമുണ്ട്. നിങ്ങൾ ഹിന്ദുക്കളോട് ചേർന്ന് നിന്ന് മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ആളല്ലേ, നിങ്ങൾ കടന്നു പോകുന്നു പറഞ്ഞു. ഞാൻ തരിച്ചുപോയി, വല്ലാതായിപ്പോയി. ആദ്യമായിട്ട് ആ പള്ളിയിൽ തന്നെ പല പ്രാവശ്യം ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് പോയിട്ടുള്ള കാര്യം. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പല പ്രോഗ്രാമിനും ഞാൻ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നോട്
ഒരു ചെറിയ അളവിലെങ്കിലും എന്തെങ്കിലും ഒരു സ്നേഹമൊക്കെ ഉള്ളതാണ്. എന്നെ നിരാശപ്പെടുത്തിയത് അതിനകത്ത് പള്ളിയിലുള്ള ആൾക്കാരോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടവരോ ആ ജില്ലയിലെ മറ്റേതെങ്കിലും മുസ്ലിങ്ങളോ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. ഞാനൊരു മുസ്ലിമാണ്, ഇവരെ പോലെ തന്നെ അന്തസ്സായി ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. അവിടെ പെരുന്നാളിന് പോയതാണ്, നിസ്കരിച്ചിട്ട് വന്നതാണ്. BJP എന്നൊരു പാർട്ടിയുടെ മെമ്പറെന്നോ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഇത്രയും വലിയ അയിത്തം എനിക്ക് ഏൽപ്പിക്കാവോ? അത്രയും വേണോ? അതെനിക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതാണ്. ആരും അപ്പോളജി പറഞ്ഞില്ല. ആരും അപ്പോളജി പറഞ്ഞില്ല, തെറ്റായിപ്പോയെന്നെങ്കിലും പറഞ്ഞില്ല. അത് വേദന ഉണ്ടാക്കി. ശരിക്കും മനസ്സ് മടിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം എതിർപ്പുണ്ടെന്നറിയാം. എന്നാൽ നന്മയുള്ളവരും ചിരിയുള്ളവരും ഉണ്ട്, സ്നേഹമുള്ളവരുണ്ട്. എന്നിൽ നിന്നും ഞാൻ അവിടെ തന്നെ ഏതാണ്ട് 89 കോളേജസ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ. എൻ്റെ 4 കൊല്ലം ഏതാണ്ട് 146 കോളേജ് കൊടുത്തതിൽ 89 കോളേജ് ഞാൻ മലപ്പുറത്താണ് കൊടുത്തേക്കുന്നത്. എന്നിൽ നിന്നും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ എന്തെങ്കിലും ഇൻട്രാക്ഷൻ ബെനിഫിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, സേവനം ലഭിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്.